ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് സാംസങ് M12 മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പവർ ബട്ടണും വോളിയം ഡൗൺ ബട്ടണും ഒരേ സമയം പ്രസ് ചെയ്ത് പിടിച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കും. അതല്ലാതെ വേറെ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാം, ഫോണിൻ്റെ ഏറ്റവും ബോട്ടം ലൈനിൽ നാലാമത് ഒരു കീ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ആക്സസിബിലിറ്റി മോഡാണത്. അതിൽ പ്രസ് ചെയ്യുക. അതിൽ ആദ്യം നമുക്ക് വോളിയം അപ്പ് ഡൗൺ ഒക്കെ കാണാം. അത് ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. ആ സ്ക്രീൻഷോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഗാലറിയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇമേജ് നമുക്ക് കിട്ടി. ഇനി എങ്ങനെയാണ് ഈ മെനു എനേബിൾ ചെയ്യുക? സ്ക്രീൻഷോട്ട് സേവ്ഡ് ആണ്. അപ്പോൾ ഇതാണ് ആ സ്ക്രീൻഷോട്ട്. ഇനി ഇതെങ്ങനെയാണ് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാത്തവർ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾഡ് സർവീസസ് എന്ന് സെലക്ട് ചെയ്യുക. ഇൻസ്റ്റാൾ സർവീസിൽ ആക്സസിബിലിറ്റി മെനു ഇവിടെ ഓൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഐക്കൺ കാണിക്കുന്നതാണ്. ഇനി ചില കേസിൽ ചില ആൾക്കാരുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് സർവീസസിൽ ഈ 5 സർവീസസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ആക്സസിബിലിറ്റി മെനു അവിടെ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക എന്ന് ഞാൻ കാണിച്ചു തരാം. ചില ആൾക്കാർക്ക് ലൈവ് ട്രാൻസ്ക്രൈബും സൗണ്ട് നോട്ടിഫിക്കേഷനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ബാക്കി 3 ഓപ്ഷൻസ് കാണില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നേരെ ഗൂഗിളിൽ പോവുക, ആക്സസിബിലിറ്റി മെനു എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ആൻഡ്രോയിഡ് ആക്സസിബിലിറ്റി സ്യൂട്ട് എന്നൊരു ആപ്പ് ഗൂഗിൾ പ്ലേയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഇതിവിടെ കാണിക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് പോയി ആൻഡ്രോയിഡ് ആക്സസിബിലിറ്റി സ്യൂട്ട് സെർച്ച് ചെയ്ത് അവിടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി ആക്സസിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾഡ് സർവീസസിൽ 5 സർവീസസ് ഉണ്ടാവും. അതിൽ ആക്സസിബിലിറ്റി മെനു സെലക്ട് ചെയ്യുക. അതിനുശേഷം ആക്സസിബിലിറ്റി മെനു ഷോർട്ട് കട്ട് ഓൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐക്കണും അതിൽ ഇത്രയും ഈ 2 പേജിലുള്ള ഐക്കൺസും ഉണ്ടാവും. അതിലേറ്റവും അവസാനം സ്ക്രീൻഷോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ബട്ടൺ പ്രസ് അല്ലാതെ വേറൊരു ഓപ്ഷനിലൂടെ നമുക്ക് സ്ക്രീൻഷോട്ട് വളരെ എളുപ്പത്തിൽ എടുക്കാം. ഇതുകൂടാതെ നമുക്ക് ലോക്ക് സ്ക്രീന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ ഈസി ആയിട്ട് നിഷ്പ്രയാസം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നു ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ടിപ്പുകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much.